അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പന്തൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. പന്തൽ ഫുള്ളായിട്ട് അങ്ങോട്ട് മുകളിലേക്ക് വലിച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വള്ളിയൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ തന്നെ പടർന്നു തുടങ്ങി വയ്ക്കുമ്പോഴത്തേനും. അപ്പോൾ അത് ഫുള്ളായിട്ട് അതിൻ്റെ മുകളിലേക്ക് പടർത്തി വിടാം കേട്ടോ. ഇത് ഇങ്ങനെ പടർന്നങ്ങ് പൊക്കോളും. ഇതും ഒരുപാട് ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. ഇതുപോലെ കണ്ടോ, ഒരുപാട് ബ്രാഞ്ചസ് അതിൻ്റെ ഇടയിൽ നിന്ന് മുളച്ചിട്ടുള്ളതാണ്. ബ്രാഞ്ചസ് നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പോൾ താഴത്തുനിന്ന് ഇവിടം വരെ എത്താവുന്ന അതിൻ്റെ ഇടയിലുള്ള മാത്രം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ബാക്കി ഇങ്ങനെ അതിൽ ഓരോ ബ്രാഞ്ചസ് ആയിട്ട് മറ്റേ വന്നോളൂ. ഇത് ഇപ്പോൾ തന്നെ കണ്ടോ, പൂവുകളൊക്കെ പൂ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതുമ്പോൾ 2 തൈകൾ കേട്ടോ. അതായത് കൈപ്പട തൈ 2 അതുപോലെ പടവലത്തിൻ്റെ തൈ 2 കേട്ടോ. പടവലത്തിൻ്റെ നമുക്ക് ഈ സൈഡിൽ കൂടെ വിടാം. 2 സൈഡിൽ കൂടെ ആയിക്കോട്ടെ. ഇത് നമ്മുടെ സൂഡോമോണസ് കേട്ടോ. ഇത് മറ്റൊരു ആഴ്ചയിലല്ല 10 ദിവസം കൂടുമ്പോൾ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്രോത്തോടെ വളരും. അതുകൂടാതെ പിന്നെ ഈ കുമിൾ രോഗമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഈ സൂഡോമോണസ്. അത് സൂഡോമോണസ് തയ്യാറാക്കേണ്ടത് ഇതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തു തരുന്നത്, എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഇത് മഴ പെയ്യുന്ന ടൈമിൽ ഇത് തെളിച്ചു കൊടുക്കണ്ട കേട്ടോ. അതൊക്കെ അതുകൊണ്ട് കാര്യമില്ല. മഴ പെയ്യുമ്പോൾ തെളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് മഴയോട് കൂടിയിട്ട് അതങ്ങനെ പോവും. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ മഴയില്ലാത്ത ടൈമിൽ തെളിച്ചു കൊടുക്കുക. മഴയുള്ള ടൈമിൽ നമുക്ക് നനയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഒരു 3-4 ദിവസം മുന്നേ നമ്മൾ പറഞ്ഞില്ലേ വിത്ത് നട്ടായിരുന്നു. അതിൻ്റെ ഒന്ന് റിസൾട്ട് ഒന്ന് നോക്കാം. ഇങ്ങോട്ട് വരും. തൈ മുളച്ചു വന്നില്ല കേട്ടോ. എല്ലാതും മുളച്ചിട്ടില്ല. എന്തായാലും നാളത്തോട് കൂടിയിട്ട് എല്ലാതും മുളയ്ക്കും കേട്ടോ. അപ്പോൾ ഈ തൈ മറ്റേ വിത്ത് നട്ടതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതെല്ലാം കാണാട്ടോ. എന്തായാലും സൂഡോമോണസ് ഒന്ന് കുറച്ച് ഇതിലൊന്ന് വെറുതെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കുക്കുംബറിൻ്റെ തൈയാണ് ഫസ്റ്റ് മുളച്ചുള്ളത് കേട്ടോ. ഇത് മുളച്ചു വന്നിട്ടുണ്ടാവും. ഇത് കാണാൻ പറ്റാഞ്ഞിട്ടാണ് കേട്ടോ. ഇത് എവിടെയൊക്കെ ഉണ്ട് മുളച്ചു വന്നിട്ട് കേട്ടോ. നാളെ മറ്റന്നാളായിട്ട് എന്തായാലും ഫുള്ളായിട്ട് മുളച്ചു കൊണ്ടാണ്. ഷീറ്റൊന്ന് മൂടി കൊടുക്കാം. 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്കത് മാറ്റാം. ഓക്കെ. ഇതിൻ്റെ കടയ്ക്ക് ഇതുപോലെ പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളെപ്പോഴും വൃത്തിയാക്കണം. വേരൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. വേര് നമുക്ക് തട്ടാതെ ചെയ്യണം.
ബാക്കി വന്ന സൂഡോമോണസ് നമുക്ക് ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സൂഡോമോണസ് നമ്മൾ പാക്ക് ചെയ്യുന്ന ഇതുപോലെ എടുത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ അടിച്ച് അവസാനിക്കണം. പിറ്റേ ദിവസത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വീര്യം നഷ്ടപ്പെടും. അടുത്ത വീഡിയോ പൂവിടുമ്പോൾ എന്ത് വളം കൊടുക്കണം എന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും അത് കാണാൻ ശ്രമിക്കുക. അതുവരെ ഗുഡ് ബൈ.